അസ്സലാമു അലൈക്കും. സ്നേഹമുള്ള വിശ്വാസികളെ, സൂഫിസത്തിൻ്റെ വിഷയങ്ങളാണല്ലോ നാം പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാം മതത്തിലെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് സൂഫിസം. ആത്മീയമായി മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ, ആത്മാവിനെ പാകപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുന്ന അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആ ഒരു വഴിയെ സൂഫിസം എന്ന് പൊതുവെ പറയാറുണ്ട്. പ്രവാചക പ്രഭു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരു മാലാഖ വന്ന് ഈമാൻ, ഇസ്ലാം, ഇഹ്സാൻ എന്നിങ്ങനെ ഉള്ള വിഷയത്തെപ്പറ്റി പറയുകയുണ്ടായി. ഇത് ഇസ്ലാമിക പ്രാമാണിക ഗ്രന്ഥങ്ങളിലൊക്കെ പരിശോധിച്ചാൽ കാണാൻ പറ്റുന്നതാണ്. ഇതിൽ ഇഹ്സാൻ എന്ന ആ ഒരു പ്രാധാന്യം, ഇഹ്സാൻ എന്ന തസവുഫിലൂടെയാണ്. അതിൻ്റെ അർത്ഥം ആത്മസംസ്കരണം. അതായത് നമുക്ക് പല സംസ്കരണങ്ങളുണ്ട്. ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ, ഭൗതിക വിഷയങ്ങളിൽ എല്ലാത്തിലും ഒരു അടക്കവും ഒതുക്കമൊക്കെ ഉണ്ടാക്കി വെക്കുക. ഒരു വീട് തന്നെയായാലും അടിച്ച് വൃത്തിയാക്കി ഭംഗിയാക്കി വെക്കുക. വീട്ടിലുള്ള ചപ്പ് ചവറുകളൊക്കെ അടിച്ച് പുറത്ത് കളയുക എന്നതുപോലെ അതൊന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. നിത്യേന നമ്മൾ വീട്ടിലുള്ള സ്ത്രീകൾ അത് ചെയ്യുന്നു. അപ്പോൾ ആ ഓരോ സ്ഥലത്തെയും ശുദ്ധീകരണങ്ങൾ, എല്ലായിടത്തും ശുദ്ധിയാകുമ്പോഴാണ് ഒരു സുഗന്ധമുണ്ടാകുന്നത്. ശുദ്ധിയില്ലാതെ എപ്പോഴും ചപ്പും ചവറും പോലെ കിടന്നു കഴിഞ്ഞാൽ അവിടെ മലിനമാവുകയും അവിടെ മറ്റിതര വസ്തുക്കളൊക്കെ രംഗപ്രവേശം ചെയ്യുകയൊക്കെ ചെയ്യും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മൾ കഴിച്ചിട്ട് അത് അതിൻ്റെ ബാലൻസ് നമ്മൾ മേശപ്പുറത്ത് തന്നെ വെക്കുക. എന്നിട്ട് കുറേ നേരം നമ്മൾ വീക്ഷിക്കുക, അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആദ്യം വരുന്നത് ഉറുമ്പുകളായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഉറുമ്പുകൾ വന്നു, സമയം വഴുകുന്നതിനനുസരിച്ചുകൊണ്ട് പാറ്റ വരും. അങ്ങനെ ഓരോ വസ്തുക്കളും വരുന്നത് വലുതായി, എലി വരെ വരും. എന്താ കാര്യം? ഈ ഭക്ഷണം അവിടെ ഇരുന്ന് പഴുകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ, പഴയ ഭക്ഷണമായി തുടങ്ങിയപ്പോൾ ചെറിയതിൽ നിന്ന് വലിയതിലേക്കുള്ള മറ്റ് ക്ഷുദ്രജീവികളൊക്കെ അതിലേക്ക് കടന്നു വന്ന് ആ ആഹാരം ഭക്ഷിക്കുന്നത് പോലെ നമ്മുടെ മനസ്സ് മലിനമാകുമ്പോൾ നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പിശാചിൻ്റെ ഷർറുകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിരന്തരം നമ്മൾ ശ്രദ്ധിക്കാതെ, നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാതെ, തൗബ ചെയ്യാതെയൊക്കെ പോകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് മാനസികപരമായ പ്രശ്നങ്ങളൊക്കെ വന്നുകൂടുക സ്വാഭാവികമാണ്. അപ്പോൾ ആത്മസംസ്കരണം എന്ന് പറയുന്ന ഒരു വഴിയിലേക്ക് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ, മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാനുള്ള കഠിന പരിശ്രമം പലതും വരും നമ്മളിലേക്ക്. നല്ലതും ചീത്തയൊക്കെ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരിക്കും. ഇത് വരുമ്പോഴൊക്കെ അതിനെങ്ങനെ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് ഒരാളെപ്പോഴും ശ്രദ്ധാലുവാകുമ്പോഴാണ് അവൻ സൂഫിസത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്നവനായി മാറുന്നത്. ഭൂരിഭാഗം ആളുകളും അത്തരം വിഷയങ്ങളെ ശ്രദ്ധിക്കുന്നവരല്ല. കാലത്തെഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, ജോലി ചെയ്യുന്നു, എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ പ്രവർത്തിക്കുന്നു, അതിൻ്റെ ഇടയിൽ ഇബാദത്ത് ചെയ്യുന്നു. അങ്ങനെയൊക്കെ പോയി അങ്ങനെ ഉറങ്ങുകയും തിന്നുകയും കുടിക്കുകയും പലതരം വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടാണ് എന്താകുന്നത്, ഓരോ ദിവസങ്ങളെയും തള്ളിവിടുന്നത്. പക്ഷെ ഇതൊന്നും ആത്മസംസ്കരണത്തിൻ്റെ ഭാഗമാകുന്നില്ല. കാരണം ആത്മാവിനെ ശുദ്ധീകരിക്കുന്നില്ല, ശരീര ശുദ്ധീകരണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ആത്മസംസ്കരണത്തിന് തയ്യാറെടുക്കുന്ന ആളുകളാണ് സൂഫികൾ എന്ന് പറയുന്നത്. അവർക്കെപ്പോഴും തൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള ശ്രദ്ധയില്ല. ശുദ്ധീകരിക്കാൻ തയ്യാറാകും തോറും അഴുക്കുകൾ വന്നുകൊണ്ടേയിരിക്കും. അത് അവർക്കുള്ള പരീക്ഷണമാണ്. ഓരോ അവസ്ഥകൾ വരുമ്പോഴും ക്ഷീണിതനായിക്കൊണ്ട് അതിൽ നിന്ന് പിന്തിരിയോ എന്ന് പരിശോധിച്ചറിയാൻ വേണ്ടി പലതരത്തിലുള്ള, നമ്മളിഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരിൽ നിന്നൊക്കെ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ കടന്നു വരും. അതിൽ വേദനയുള്ളതുണ്ടാകാം, മാനസിക ഡിപ്രഷൻ അടിക്കുന്നതുണ്ടാകാം. അങ്ങനെ പലതരത്തിലും, ചിലപ്പോൾ സ്നേഹിച്ചവർ തന്നെ ഒരു സെക്കൻഡിൽ തന്നെ തിരിച്ചു പറയുന്നവരൊക്കെ ഉണ്ടാകാം. അപ്പോൾ അത്രയും വീർപ്പ് മുട്ടിക്കുന്ന സാഹചര്യങ്ങളൊക്കെ വന്നുപെടും. ഇതെല്ലാം വരുമ്പോഴും അവൻ ഈ ദൈവിക ചിന്തയിൽ നിന്ന് അവൻ്റെ മനസ്സിനെ വിട്ടുകളയുന്നുണ്ടോ
എന്നുള്ള ഒരു പരിശോധനയാണ്. ഇതാണല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് മകനെ കൊടുക്കുകയും അറക്കാൻ പറയുകയും ചെയ്തത്. മറിയം ബീവിയെ ഗർഭം ധരിപ്പിച്ച് പരീക്ഷിച്ചു. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കിണറ്റിലെറിഞ്ഞു. അങ്ങനെ നമ്മൾ ഓരോ പ്രവാചകന്മാരെയും അതുപോലെ തന്നെ സൂഫി വര്യന്മാരെയൊക്കെ പരിശോധിക്കുമ്പോൾ അവരിലൊക്കെ ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ദൈവപ്രീതി നേടുവാനായിട്ട് സൂഫികൾ എടുക്കുന്ന ആ ത്വരീഖത്ത് എന്ന് പറയുന്ന ആ വഴികൾ, അതിൻ്റെ മുറകൾ സ്വായത്തമാക്കി പലവിധ ഘട്ടങ്ങളിലൂടെ ആത്മീയ ഉന്നത പദവിയിലേക്കെത്തി. ആ ഉന്നത പദവിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് വലിയ പാടുള്ളൊരു കാര്യമാണ്. കാരണം ആ ഉന്നത പദവിയിലേക്ക് പലരും എത്താറില്ല. ചിലരൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടും, ചിലർ പാതി വഴിയിൽ തളർന്നു പോകും. അത് ഈ സ്കൂളിലൊക്കെ ഓട്ട മത്സരം നടക്കുമ്പോൾ എല്ലാവരും ജയിക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഓടണത്. പക്ഷെ എല്ലാവരും ജയിക്കാറില്ല. ചിലർ ഫസ്റ്റ് എത്തും, ചിലർ സെക്കൻഡ് ആവും, ചിലവർ മൊത്തത്തിൽ തോറ്റു പോവുകയും ചെയ്യും. പക്ഷേ ആ ഓട്ടത്തിൽ അവൻ്റെ ലക്ഷ്യം അവൻ്റെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ പരീക്ഷണങ്ങളെയും തരണം ചെയ്ത് അവൻ അവിടെ എത്തുന്ന ഒരവസ്ഥ ഉണ്ടാകും. അപ്പോൾ ആ ദൈവിക സത്തയിൽ ലയിക്കാൻ വേണ്ടിയിട്ടുള്ള അവൻ്റെ പ്രവർത്തനമാണ് പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുന്നത് പോലെ. അല്ലെങ്കിൽ പഞ്ചസാരയായിട്ടും വെള്ളമായിട്ട് നിൽക്കും. പക്ഷേ ആ വെള്ളത്തിൽ പഞ്ചസാര ചെന്ന് ലയിച്ച് അതൊരു മധുരമുള്ള വെള്ളമായി മാറുന്നത് പോലെ നമ്മുടെ മനസ്സിനെ ഒരു വെള്ളമായ ഒരവസ്ഥയിൽ ആക്കി തീർക്കുക. വെള്ളമായ പിന്നെ പ്രശ്നമില്ല. വെള്ളമാക്കി മനസ്സിനെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അഴുക്കിനെയും നല്ലതിനെയും ഒക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള അള്ളാഹുവിലേക്ക് അടുക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പലതരത്തിലുണ്ട് ഈ വിഷയത്തെക്കുറിച്ച്. കാരണം അള്ളാഹ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്, അള്ളാഹ് ഉണ്ടോയെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അള്ളാഹിൻ്റെ കാര്യത്തിൽ ഒരുപാട് തർക്കങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അള്ളാഹുവിനെ പ്രാപിക്കുന്നതിന് നേരിട്ടുള്ള അനുഷ്ഠാന രീതി ഒഴിക്കുമ്പോൾ അള്ളാഹ് ഉണ്ടോ? അതാണ് പറഞ്ഞത്, നമ്മളെ അറിയുക എന്നുള്ളതാണ്. ഞാൻ എന്തിനു ജനിച്ചു? മരിക്കാൻ. പക്ഷെ ഞാൻ ജീവിക്കുന്നത് എന്തിനാണ്? മരിക്കാൻ. പക്ഷെ എനിക്ക് എന്തൊക്കെ ജോലികളാണുള്ളത്? ആ ജോലികളും മരിക്കാൻ വേണ്ടി തന്നെ. അങ്ങനെ ഞാൻ എന്തെല്ലാം ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടോ അതെല്ലാം എൻ്റെ അവസാനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം എൻ്റെ അവസാനം നന്നാക്കാതെ ഞാൻ ജീവിതമാർഗങ്ങളെ നന്നാക്കാൻ ശ്രമിക്കുക. മറിച്ച് സൂഫികൾ അവരുടെ അവസാനം നന്നാക്കാൻ ശ്രമിക്കുന്നു, ജീവിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി സൂഫികൾ കരുതുന്ന ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ണടച്ചിട്ട് തപസ്സിരിക്കലല്ല. അതൊരു അവരുടെ മനസ്സെപ്പോഴും ഒരു സൂക്ഷ്മമായ അവസ്ഥയിലായിരിക്കും. എന്നാലും കുറേ പ്രശ്നങ്ങളൊക്കെ വരും. എന്നാലും അവരതിനെയൊക്കെ തട്ടിമാറ്റി ഇങ്ങനെ പോകാനായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഞാനൊരാൾ പറയുന്ന ഒരു വിഷയം കേട്ടിട്ടുണ്ട്. ഈ സൂഫികളുമായിട്ടുള്ള ആത്മബന്ധത്തിലൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ പല കഥകളും പറയാറുണ്ട്. അപ്പോൾ അതിലൊരാൾ പറഞ്ഞൊരു കഥ, ഒരു സൂഫി അദ്ദേഹം മരണപ്പെടാൻ പോകുന്ന ആ ഒരു മുഹൂർത്തത്തിൽ അദ്ദേഹത്തിൽ നിന്ന് എന്തോ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ചെന്നിട്ട് ഇങ്ങനെ ചെവി വെച്ചിട്ട് അടുത്ത് ഇങ്ങനെ ഇരുന്നു. എന്താണ് ഇദ്ദേഹം പറയുന്നതെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ അടുത്ത് നിന്നപ്പോൾ ഇല്ലല്ലാ എന്നുള്ള ദിക്കറാണ് കേൾക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാ എന്നല്ലേ? അപ്പോൾ ഇല്ലല്ലാ എന്ന് മാത്രം പറഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളൊരു സംശയം അവർക്കിടയിൽ ചർച്ച വന്നപ്പോൾ അതിലൊരാൾ പറഞ്ഞു, ലാ ഇലാഹ എന്ന് പറഞ്ഞ് അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞാൽ ആരാധനയ്ക്ക് അർഹൻ ആരാണെന്നുള്ളതിന് ഉത്തരം പറയാതെ മരിക്കുന്നതാകും. അതുകൊണ്ട് സൂക്ഷ്മാലുവായ അവർ ഇല്ലല്ലാ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് പൊതുവേ ദിക്കർ സദസ്സുകളിലൊക്കെ ഇല്ലല്ലാ എന്നുള്ള ദിക്കറുകൾ നമുക്ക് കാണാൻ പറ്റും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിലേക്ക് പോകുന്ന ഒരു ഉദാഹരണമാണ് ഈ കൂട്ടരുടെ പ്രേരണാശക്തി. കാരണം മുഹമ്മദ് നബി ഗുഹയിൽ പോയി ധ്യാനത്തിലിരുന്ന സംഭവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് പലരും പല വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാലും മൗലിക ഇസ്ലാമവാദികൾ സൂഫിമാർഗത്തെ അംഗീകരിക്കാറില്ല. പൊതുവെ പുതിയതായിട്ട് കടന്നു വന്ന പുത്തംവാദികളായ ആൾക്കാർക്കൊക്കെ ഇതിനെയൊക്കെ പുച്ഛമാണ്. കാരണം പണിയെടുക്കാൻ കഴിവില്ലാത്തവർക്ക് ഇതൊക്കെ ഒരു പുച്ഛം. പണിയെടുക്കുന്നവർക്കാണ് അതിന് താല്പര്യം. ഒരു പണിയും എടുക്കാതെ കുറേ നിസ്കരിക്കുക, കുറേ നോമ്പ് പിടിക്കുക, കുറേ ഭക്ഷണം കഴിക്കുക, അങ്ങനെയൊക്കെ ഉറങ്ങുക, പിടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അവരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ പള്ളി തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പള്ളിയൊക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ പള്ളിയൊക്കെ AC ആയി. ഇപ്പോൾ നമ്മൾ ചൂടൊന്നും അനുഭവിക്കാൻ തയ്യാറല്ല. AC നല്ല തണുപ്പൊക്കെ വേണം. എല്ലാ പള്ളികളും AC ആയി. അപ്പോൾ അത്തരക്കാർക്ക് ഒരു പക്ഷേ ഇത്തരം വഴികളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് അവർ ഒരിക്കലും
സൂഫി മാർഗത്തെ കാരണം അവർക്ക് അള്ളാഹുവിലേക്ക് അടുക്കാനൊന്നും പറ്റില്ല, പരീക്ഷണങ്ങളൊന്നും എടുക്കാനുള്ള താല്പര്യമൊന്നുമില്ല, കഷ്ടപ്പെടാനൊന്നും വയ്യ. അവർ കഷ്ടപ്പെടുന്നത് ഭൗതികമായ കഷ്ടപ്പാടുകളാണ്. അവർക്ക് പണം ഉണ്ടാക്കണം, വലിയ വീട് വെക്കണം, മക്കൾ വലിയ സ്വർണ്ണാഭരണങ്ങളൊക്കെ കൊടുത്ത് കെട്ടിച്ചയക്കണം. അങ്ങനെയുള്ള ഭൗതികമായ ഭയങ്കര മോഹങ്ങളിലൂടെ പോകുന്നവർക്ക് നിസ്കരിക്കുക, നോമ്പ് പിടിക്കുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു പോകും. മറ്റുള്ളവർ വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത് റബ്ബിലേക്ക് അടുക്കാൻ ശ്രമിക്കും. അപ്പോൾ ആഡംബരമായ ജീവിതത്തിനോട് ഏറ്റവും അധികം വൈമുഖ്യം കാണിക്കുകയും എപ്പോഴും സിയാറത്തിലായിരിക്കുകയും തൻ്റെ സമയം മുഴുവനും അള്ളാഹിനെക്കുറിച്ച് സംസാരിക്കാനോ തൻ്റെ മുമ്പിൽ വരുന്നവരോട് പോലും അത്തരം വിഷയങ്ങൾ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അവരുടെ സ്നേഹവും ബന്ധവും അടുപ്പവും എല്ലാം ഒരു ട്രെയിനിലേക്ക് നമ്മൾ കയറുമ്പോൾ ആ ട്രെയിനിൽ നിന്ന് നമുക്കെല്ലാം കിട്ടുന്നത് പോലെ ആ ഒരു ഷെയ്ഖുമായി ബന്ധം സ്ഥാപിക്കുമ്പോൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോകേണ്ട കാര്യമില്ല. അവരുമായിട്ടുള്ള ആ സഹവാസത്തിലൂടെ അവർക്ക് വേണ്ട ആ ഓരോരോ അറിവുകളും സന്തോഷങ്ങളും ഒക്കെ അതിലൂടെ ലഭിക്കും. ചിലർക്കത് ഉൾക്കൊള്ളാതെ കുറേ കഴിയുമ്പോൾ അവർ ചിലപ്പോൾ പാതി വഴിയിൽ ഇറങ്ങിപ്പോയിട്ട് ട്രെയിനിന് വേഗത കുറവാണ്, ബസ്സിന് പോകാമെന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഈ വഴിയിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആത്മീയമായ ജീവിതത്തിന് പ്രാധാന്യം നൽകുകയും ആഡംബര ജീവിതത്തോട് വൈമുഖ്യം കാണിക്കുകയും ചെയ്തിരുന്ന സൂഫികൾ തസവുഫിൻ്റെ വഴിയാണ്. തസവുഫ് ആ ആത്മസംസ്കരണത്തിൻ്റെ പാത പിൻപറ്റി ആത്മസംസ്കരണത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് സൂഫികളെ നമുക്ക് കേരളത്തിൽ അല്ല ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകമെമ്പാടും പരിശോധിച്ച് കഴിഞ്ഞാൽ അത്തരം ആളുകളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. പല ആളുകൾക്കും പല അഭിപ്രായങ്ങളാണ്. ശരിക്കും സൂഫിസത്തിൻ്റെ വഴിയിൽ പല ആളുകളും പല തരത്തിലാണ് സഞ്ചരിച്ചത്. പലർക്കും പല തരത്തിലുള്ള മെസ്സേജുകളായിരിക്കും, അതനുസരിച്ചായിരിക്കും അവർ മുന്നോട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ സൂഫികളെക്കുറിച്ച് കമ്പിളി പുതച്ചവരിൽ നിന്നാണ് ഈ പേര് വന്നത്. കമ്പിളി പുതച്ചവരിൽ നിന്നാണ് ഈ സൂഫി എന്ന് പറയുന്ന ആ ഒരു പേര് ഒക്കെ വരാനുണ്ടായ കാരണം എന്നൊക്കെ പലതരത്തിലുമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ആത്മീയമായൊരു വിഷയം എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഉണ്ടെന്ന് വിശ്വസിച്ച് പോയവനിക്ക് അള്ളാഹുവിലേക്ക് അടുക്കുക എന്ന് പറയുന്ന ഒരു ചിന്ത ഉള്ളിൽ കയറിയാൽ ആ അടുക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ജീവിതത്തിൽ കുറേ സൂക്ഷ്മത വേണം എന്ന് അവൻ സ്വയം മനസ്സിലാക്കുകയും മുന്നോട്ടുള്ള അവൻ്റെ യാത്രയിലൊക്കെ അവൻ ഭൂരിഭാഗവും അവൻ്റെ സമയം അത് ദൈവത്തെക്കുറിച്ച് പറയാൻ വേണ്ടി മാത്രമാക്കി എടുക്കുകയും ചെയ്യുന്നു. ഭൗതികമായ വിഷയങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറും. ചിലപ്പോൾ കല്യാണം കൂടാത്തവരായിരിക്കും, ചിലപ്പോൾ കുടുംബ ബന്ധങ്ങളിലെ മറ്റിതര കാര്യങ്ങളിലൊക്കെ പങ്കുകൊള്ളാത്തവരായിരിക്കാം, ചിലപ്പോൾ എല്ലാം വിട്ടെറിഞ്ഞു പോകുന്നവരായിരിക്കാം. അങ്ങനെ പലതരത്തിലുള്ള ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. അങ്ങനെ അവർ യാത്ര ചെയ്ത് അള്ളാഹുവിൻ്റെ പ്രീതി അവർക്ക് കിട്ടിക്കഴിയുമ്പോൾ അവരിൽ പ്രകടമാകുന്ന ഒരു കാര്യമാണ് കറാമത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് ഉണ്ടാവുകയാണ്. അപ്പോൾ അള്ളാഹുവിനാണ് മറഞ്ഞിരിക്കുന്ന കാര്യം അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അള്ളാഹു അവൻ്റെ കൂട്ടുകാരനായി കഴിഞ്ഞാൽ പിന്നെ മറിഞ്ഞിരിക്കുന്ന കാര്യം മനസ്സിലാക്കാൻ അവനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. അവർക്ക് പരീക്ഷണങ്ങളും വിഷമങ്ങളും ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും, ഇവർക്ക് എന്താണ് ഇങ്ങനെ പരീക്ഷണങ്ങളും അതും ഇതും വിഷമങ്ങളും ഒക്കെ, നമ്മളും പ്രയാസത്തിലാണ്, ഭൗതികമായിട്ട് ജീവിതം നയിച്ചിട്ട് നമുക്കും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട് ഇവർക്ക് എന്താണ് പ്രയാസം വിഷമം. ഞാൻ നോക്കുമ്പോൾ ഏറ്റവും അധികം വിഷമങ്ങൾ അനുഭവിച്ചത് അള്ളാഹുവിനെ സ്നേഹിച്ച ആൾക്കാർക്കാണ്. അല്ലാത്തവരൊക്കെ സുഖമായിട്ട് ഭക്ഷണം കഴിച്ച് നല്ല വീടും വെച്ച് ആഡംബരമായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷെ അള്ളാഹിനെ സ്നേഹിച്ചവരൊക്കെ, ഇപ്പോൾ യേശു ക്രിസ്തുവിനെ തന്നെ എടുത്ത് നോക്കുക, നമ്മളിതിൽ ഈസാ നബി ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിനെ കുരിശിൽ തറക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ നന്മ പറയാൻ ഇറങ്ങുന്നവനിക്ക് കുരിശ് എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ അത്തരം കുരിശുകൾ നമ്മളെ ഒപ്പുണ്ടാവും. ഓരോ കുരിശും നമ്മളുടെ കൂടെയുള്ള ആൾക്കാർ തന്നെയാണ്. ഇപ്പോൾ ഈ യേശുവിനെ ഒറ്റിയത് ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, കൂടെ നടന്ന ആൾ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. കൂടെ നടക്കുന്നവർ തന്നെയായിരിക്കും ചിലപ്പോൾ പിടിച്ച് കുരിശ് കയറ്റുന്നത്. അതൊക്കെ ഈ വഴിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്താ പറയുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ആത്മസംസ്കരണത്തിൻ്റെ ഭാഗത്ത് നമ്മളുടെ മനസ്സിനെ നമ്മൾ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ്. ഒരു തുണി അലക്കാൻ എന്തോരം ബുദ്ധിമുട്ടുണ്ട്. ആ തുണി നമ്മൾ നല്ല ഡ്രസ്സ് നമ്മളിട്ടിട്ട് പുറത്തേക്ക് പോയി അതിൽ മൊത്തം അഴുക്കായിട്ട് തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അതിലുള്ള അഴുക്ക് കളയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രക്രിയ പോലെ നമ്മളതിനെന്ത് ചെയ്യുന്നു, വെള്ളത്തിൽ നനക്കുന്നു, സോപ്പ് വെള്ളത്തിൽ മുക്കുന്നു. പിന്നെ അത് പണ്ട് കാലത്തൊക്കെ കല്ലിലൊക്കെ ഇട്ട് അലക്കിയാണ് അഴുക്കൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുന്ന വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട്.
എന്നാലും ഒരു വാഷിംഗ് മെഷീനിൽ കിടന്ന് കറങ്ങിയത് കൊണ്ടായില്ല, അതിൽ നിന്ന് കഴുകിയെടുത്തു, ഓക്കെ, പൊടിയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പോയി. പക്ഷേ അതിലെന്തെങ്കിലും കറ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പോകാൻ സാധ്യതയില്ല, അതിനുള്ള കെമിക്കലൊക്കെ ഇടേണ്ടി വരും. അപ്പോൾ എന്നതുപോലെ നമ്മളുടെ ആത്മീയമായ ഒരു യാത്ര പുറപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ആത്മാവിനെ അശുദ്ധമാക്കുന്ന വിഷയങ്ങൾ, ആത്മാവിനെ അശുദ്ധമാക്കുന്ന തരത്തിലുള്ള പല വിഷയങ്ങളും കടന്നു വരുമ്പോൾ അതിനെല്ലാം തട്ടിത്തെറിപ്പിച്ച് പോകാനുള്ള ഒരു മനക്കെട്ടിയുള്ളവനിക്ക് മാത്രമേ സൂഫിസത്തിൻ്റെ പാതയിൽ പൂർത്തീകരണത്തിലെത്താൻ കഴിയുള്ളൂ. അങ്ങനെ എത്തിയ മഹാന്മാരാണ് വടകര മുഹമ്മദ് ഹാജി തങ്ങൾ, അതുപോലെ തന്നെ CM വലിയുല്ലാഹി മടവൂരി, അതുപോലെ തന്നെ ധാരാളം മഹാന്മാർ ഈ ലോകത്തുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ അവരുടെയൊക്കെ ഓരോ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലങ്ങളൊക്കെ പോയി നമ്മൾ കാണുമ്പോൾ പലതരത്തിലാണ് അവരുടെ മക്കാമുകളൊക്കെ കാണുന്നത്. ഇപ്പോൾ നിലാമുറ്റം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് കണ്ണൂർ. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ പുരാതനമായിട്ടുള്ള രീതിയിലുള്ള ഒരു മക്ബറയാണ് കാണാൻ പറ്റുന്നത്. ഒരു പുരാതന കാലത്ത് എങ്ങനെയാണോ സംസ്കരിച്ചിരുന്ന ആ ഒരു രീതിയിലുള്ള ഖബറാണ് അവിടെ കാണാൻ പറ്റുന്നത്. എന്നാൽ വേറെ ചില സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ മാർബിളൊക്കെ ഇട്ട് ടൈലൊക്കെ ഇട്ട് വളരെ ഭംഗിയാക്കി ആഡംബരമായ രീതിയിലുള്ള മക്ബറകൾ കാണാം. വേറെ ചില സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ മരത്തിൻ്റെ ചുവട്ടിൽ മഴയും ഇതുമൊക്കെ നനഞ്ഞു കിടക്കുന്ന ഖബറിടങ്ങൾ കാണാം. പിന്നെ അതുപോലെ മന്നാ മക്കാം എന്ന് പറഞ്ഞൊരു മക്കാമുണ്ട്, അതും കണ്ണൂർ തളിപ്പറമ്പ് ആ ഭാഗത്താണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു വേര് മുകളിലേക്ക് വന്നേക്കണേണ്, അതിൻ്റെ ഇലകൾ കാണാനില്ല, മൊത്തം വേരാണ്, വേര് പന്തലിട്ടിരിക്കുകയാണ് ആ ഖബറിന്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് ഓരോ ആളുകളെയും പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ മുത്തുപ്പേട്ട ദാവൂദുൽ ഹക്കീം അവിടെ ചെന്ന് കഴിഞ്ഞാൽ വളരെ നീളമുള്ളൊരു ഖബർ കാണാം. അപ്പോൾ അതിനും അവിടെ ഒരു ചരിത്രം പറയാനുണ്ട്. അവിടെ ഒരു കൃഷിഭൂമിയായിരുന്നെന്നും അവിടെ കൃഷിക്ക് ഇത് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് രക്തം വരികയും പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരാളുടെ കാഴ്ച പോവുകയും തൻ്റെ കാഴ്ച തിരിച്ചു കിട്ടണമെങ്കിൽ അവിടുത്തെ ആൾ ആരാണെന്നുള്ള പേര് പറഞ്ഞു കൊടുത്തു സ്വപ്നത്തിൽ. അങ്ങനെ അത് പറഞ്ഞ പ്രകാരം അവിടെ ആളുകൾ വന്ന് കണ്ട് അങ്ങനെ ആണ് ദാവൂദുൽ ഹക്കീം എന്ന് പറയുന്ന ഒരു മഹാൻ്റെ ഖബറിടമാണ് എന്ന് മനസ്സിലാക്കുന്നത്. അവിടെയാണ് മുത്തുപ്പേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ആ മക്കാമ് നിലകൊള്ളുന്നത്. അതുപോലെ തന്നെ നാഗൂർ ഷാവുൽ അമീദ് അവരുടെ നോക്കിക്കഴിഞ്ഞാൽ അവരും തഞ്ചാവൂർ, നാഗൂർ, നാഗപട്ടണം, വേളാങ്കണ്ണിക്ക് പോകുന്ന വഴിയിലാണ് ആ മക്കാമുള്ളത്. ഒരു വലിയ കൊട്ടാരം പോലെ ഇരിക്കുന്ന ഇതിൻ്റെ ഉള്ളിലാണ് അവരുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സൂഫി മേഖലയിൽ ധാരാളം ആളുകൾ വന്നുകൊണ്ട് അവർക്കെല്ലാം ഈ ലോകത്ത് എല്ലാവരുടെയും മക്ബറകളുണ്ട്. ഇവിടുന്ന് ചേരമാൻ പെരുമാളിൻ്റെ വരെ മക്കാമ് സലാലയിലുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ അദ്ദേഹം ഇവിടുന്ന് പോയ ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹം ഇസ്ലാം മത വിശ്വാസത്തിലേക്ക് കടന്നു വന്നതും അദ്ദേഹത്തിൻ്റെ ഖബറിടം സലാലയിൽ ഉണ്ടെന്നും ഒക്കെ നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ കാണാവുന്നതാണ്. അപ്പോൾ പല രീതിയിലാണ് ഈ ആത്മസംസ്കരണം നടത്തുന്നത്. ചിലർ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടും എളുപ്പത്തിൽ, ചിലവർ ഒരുപാട് നീന്തേണ്ടി വരും, ചിലർക്ക് അവരുടെ ബുദ്ധി തന്നെ മറഞ്ഞു പോകും. ഈ സൂക്ഷ്മത കൂടിയിട്ട് അവരുടെ ബുദ്ധി തന്നെ മറഞ്ഞു പോകുന്നവരൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള പലതരത്തിലുള്ള ആളുകളെ നമുക്ക് ഈ മേഖലയിൽ പരിശോധിച്ചാൽ കാണാൻ പറ്റും. പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതറിയാനുള്ള ഒരു താല്പര്യം നമുക്കുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. മറിച്ച് അതിനോടൊന്നും ഒരു താല്പര്യമില്ലാതെ കേവലം ഭൗതികമായ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവനിക്ക് ഇതെല്ലാം ഒരു കാപട്യ കഥയും ഒരു കോമാളിത്തരവും വേഷം കെട്ടുവാണെന്നൊക്കെ പറയാം. എങ്കിലും ഈ പറയുന്ന ആൾക്കാരുടെയൊക്കെ കവറ് നാളെ ഓർമ്മയിൽ പോലും ഉണ്ടാവില്ല, ഇവിടുന്ന് മാഞ്ഞു തന്നെ പോകും. പക്ഷേ ഈ കാണുന്ന മക്കാമുകളൊക്കെ അങ്ങനെ ഉണ്ടായത് അവർ മരിച്ചു പോയവരാണ്. അവരുടെ ഖബർ ആരുണ്ടാക്കി? ഇവിടുത്തെ മനുഷ്യന്മാരുണ്ടാക്കി. അപ്പോൾ മനുഷ്യന്മാരെ അത് അവിടെ ക്ലിയറാക്കി ഒരു മക്കാമുണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ആളുകളെ അവരുടെ കഷ്ടപ്പാടിലൂടെ, അതാണ് ഖുർആൻ പറയുന്നത്, ഈ എൻ്റെ മാർഗത്തിൽ പൂർണ്ണമായിട്ട് യാത്ര ചെയ്യുന്നവനെ ലോകാവസാനം വരെ നിലനിർത്തുന്നു. അപ്പോൾ നമ്മളൊക്കെ മരിച്ചുപോയാൽ നമ്മളെയൊന്നും ആരും ഓർക്കൂല. പക്ഷെ മടവൂരിനെയും വടകരയെയും ഈ പറയുന്ന ഏർവാടിനെയൊക്കെ 1000 കുറ്റം പറഞ്ഞാലും ഈ ലോകാവസാനം വരെ ഏർവാടിയൊക്കെ നിലകൊള്ളും, ഭീമാപ്പള്ളി നിലകൊള്ളും, ഇതൊക്കെ അങ്ങനെ നിലകൊള്ളും. ബാക്കി കുറ്റം പറഞ്ഞ ആൾക്കാരുടെ പേരിൻ്റെ അഡ്രസ്സ് പോലും ആർക്കും ഓർമ്മയുണ്ടാവില്ല. അവർ മാഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. ഈ ദർഗകൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും. അവിടെ വരുന്ന വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതൊന്നും മാഞ്ഞു പോകുന്നതല്ല. ഇതെല്ലാം ഈ ലോകത്ത്
ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായതാണെന്ന് മനസ്സിലാക്കണം. പരിഹസിക്കാൻ എളുപ്പം കഴിയും, സത്യം കണ്ടുപിടിക്കാൻ വലിയ പാടുമാണ്. തൽക്കാലം നിർത്തുന്നു. സ്നേഹപൂർവ്വം ഷാജി യൂസഫ്.